എല്ലാവർക്കും നമസ്കാരം. വെക്ടേഴ്സ് പാർട്ട് 5. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കേലാർ പ്രോഡക്റ്റ്, അതിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് എന്നിവയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. Problem 1. If vector A equal to vector I plus 2 into vector J plus 3 into vector K, vector B equal to minus 2 into vector J plus 4 into vector K, vector C equal to vector I minus 2 into vector J plus vector K, find വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഏറ്റവും ആദ്യം നമുക്ക് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്കറിയാം വെക്ടർ എ അറിയാം, അതുപോലെ തന്നെ വെക്ടർ ബിയും അറിയാം. ആ രണ്ട് വെക്ടേഴ്സും നമ്മൾ എഴുതി വെച്ചു. ദെൻ ഐ പ്ലസ് 2j പ്ലസ് 3k ഡോട്ട് മൈനസ് 2j പ്ലസ് 4k. നമുക്കറിയാം വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. അതായത് സെയിം ബേസിക് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 1 ആയിരിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള ബേസിക് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വെക്ടറിലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഐ ഇൻറ്റു സെക്കൻഡ് വെക്ടറിലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഐ പ്ലസ് ഫസ്റ്റ് വെക്ടറിലെ കോഎഫിഷ്യൻ്റ് ഓഫ് ജെ ഇൻറ്റു സെക്കൻഡ് വെക്ടറിലെ കോഎഫിഷ്യൻ്റ് ഓഫ് ജെ പ്ലസ് ഫസ്റ്റ് വെക്ടറിലെ കോഎഫിഷ്യൻ്റ് ഓഫ് കെ ഇൻറ്റു സെക്കൻഡ് വെക്ടറിലെ കോഎഫിഷ്യൻ്റ് ഓഫ് കെ. ദാറ്റ് മീൻസ് 1 ഇൻറ്റു 0 പ്ലസ് 2 into minus 2 plus 3 into 4, which is equal to 0 minus 4 plus 12, which is equal to 8. Second problem, vector A dot vector C. നമുക്കറിയാം ഓൾറെഡി വെക്ടർ എയും വെക്ടർ സിയും തന്നിട്ടുണ്ട്. ദെൻ വെക്ടർ എ ഡോട്ട് വെക്ടർ സി ഈക്വൽ ടു I plus 2j plus 3k dot I minus 2j plus k. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ബേസിക് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്താൽ മതിയാകും. ഇവിടെ ഫസ്റ്റ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യൻ്റ് 1, സെക്കൻഡ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യൻ്റ് 1, then 1 into 1 plus. Now coefficient of j in the first vector into coefficient of j in the second vector. That means 2 into minus 2 plus coefficient of vector k in the first vector into coefficient of vector k in the second vector. That means 3 into 1, which is equal to 1 minus 4 plus 3, which is equal to 0. Next problem, vector A plus vector B dot vector C. നമുക്കറിയാം വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ സിയും തന്നിട്ടുണ്ട്. ദെൻ ഐ പ്ലസ് 2j പ്ലസ് 3k പ്ലസ് മൈനസ് 2j പ്ലസ് 4k ഡോട്ട് ഐ മൈനസ് 2j പ്ലസ് k. അപ്പോൾ ആദ്യമായി വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് ഐ പ്ലസ് 7k ഡോട്ട് വെക്ടർ സി എന്ന് പറയുന്നത് ഐ മൈനസ് 2j പ്ലസ് k. അടുത്തതായി നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഐയുടെ കോഎഫിഷ്യൻ്റ് 1, സെക്കൻഡ് വെക്ടറിൽ ഐയുടെ കോഎഫിഷ്യൻ്റ് 1, then 1 into 1 plus
ഫസ്റ്റ് വെക്ടറിലെ ജെയുടെ കോഎഫിഷ്യൻറ്റ് ജെ എന്ന് പറയുന്ന ടേം ഇല്ല, ജെയുടെ കോഎഫിഷ്യൻറ്റ് 0. സെക്കൻഡ് വെക്ടറിലെ ജെയുടെ കോഎഫിഷ്യൻറ്റ് -2, ദെൻ 0 ഇൻറ്റു -2 പ്ലസ് ഫസ്റ്റ് വെക്ടറിലെ കോഎഫിഷ്യൻറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് 7, സെക്കൻഡ് വെക്ടറിലെ കോഎഫിഷ്യൻറ്റ് ഓഫ് കെ എന്ന് പറയുന്നത് 1, ദെൻ 7 ഇൻറ്റു 1 which is equal to 1 plus 0 plus 7 which is equal to 8. Now vector C dot vector A minus vector B. ആദ്യമായി വെക്ടർ എയും വെക്ടർ ബിയും വെക്ടർ സിയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. I minus 2j plus k dot I plus 2j plus 3k minus 2j plus 4k. ഇതിൽ ഏറ്റവും ആദ്യം നമുക്ക് വെക്ടർ എ മൈനസ് വെക്ടർ ബി കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ സി എന്ന വെക്ടർ അങ്ങനെ തന്നെ എഴുതി ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ ബി, ദാറ്റ് മീൻസ് I plus 4j minus k. ഇനി നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ഐയുടെ കോഎഫിഷ്യൻറ്റ് ഫസ്റ്റ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യൻറ്റ് 1, സെക്കൻഡ് വെക്ടറിലെ കോഎഫിഷ്യൻറ്റ് ഓഫ് I 1, ദെൻ 1 ഇൻറ്റു 1. ഫസ്റ്റ് വെക്ടറിലെ ജെയുടെ കോഎഫിഷ്യൻറ്റ് -2, സെക്കൻഡ് വെക്ടറിലെ ജെയുടെ കോഎഫിഷ്യൻറ്റ് 4, ദെൻ -2 ഇൻറ്റു 4 പ്ലസ് ഫസ്റ്റ് വെക്ടർ കോഎഫിഷ്യൻറ്റ് ഓഫ് കെ 1, സെക്കൻഡ് വെക്ടറിൽ കോഎഫിഷ്യൻറ്റ് ഓഫ് കെ -1, ദാറ്റ് മീൻസ് 1 ഇൻറ്റു -1 which is equal to 1 minus 8 minus 1 which is equal to -8. Problem 2. If vector A equal to 5i minus j minus 3k, vector B equal to I plus 3j minus 5k, show that vector A plus vector B and vector A minus vector B are orthogonal to each other. നമുക്ക് വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ടുണ്ട്. ആദ്യമായി നമുക്ക് വെക്ടർ എ പ്ലസ് ബിയും വെക്ടർ എ മൈനസ് വെക്ടർ ബിയും കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സും ഓർത്തോഗണൽ അഥവാ പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആദ്യമായി നമുക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ബി കണ്ടുപിടിക്കാം. Vector A plus vector B equal to 5i minus j minus 3k plus I plus 3j minus 5k equal to 6i plus 2j minus 8k. Now vector A minus vector B equal to 5i minus j minus 3k minus I plus 3j minus 5k equal to 4i minus 4j plus 2k. ഇപ്പോൾ നമുക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ബിയും അതുപോലെ വെക്ടർ എ മൈനസ് വെക്ടർ ബിയും ലഭിച്ചു കഴിഞ്ഞു. അടുത്തതായി നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സും ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആവണമെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയാൽ മതിയാകും. Now vector A plus vector B dot vector A minus vector B equal to 6i plus 2j minus 8k dot 4i minus 4j plus 2k. രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്നതിന് വേണ്ടി കോഎഫിഷ്യൻ്റ് ഓഫ് I in the first vector into coefficient of I in the second vector, then 6 into 4 plus coefficient of j in the first vector into coefficient of j in the second vector, then 2 into -4. Coefficient of k in the first vector into coefficient of k in the second vector, -8 into 2 equal to 24 minus 8 minus 16 equal to 0. അതായത് രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് ലഭിച്ചു കഴിഞ്ഞു. Therefore vector A plus vector B and vector A minus vector B are orthogonal.
അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ട് അവ ഓർത്തോഗണൽ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ആ ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ദ ഗിവൻ വെക്റ്റേഴ്സ് ആർ ഓർത്തോഗണൽ. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദി പ്രൊജക്ഷൻ ഓഫ് 2i minus 3j plus 5k on I plus 2j minus 2k. ആദ്യമായി let vector A equal to 2i minus 3j plus 5k and vector B equal to I plus 2j minus 2k. Then projection of vector A in the direction of vector B equal to vector A dot vector B divided by mod vector B. ഇപ്പോൾ ഡയറക്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഇറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ ഐയും വെക്ടർ ബിയും നമുക്കറിയാം. 2i minus 3j plus 5k dot I plus 2j minus 2k divided by mod I plus 2j minus 2k. Now ന്യൂമറേറ്റർ പരിഗണിക്കുകയാണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യന്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യന്റ് 2 into 1 പ്ലസ് ഫസ്റ്റ് വെക്ടറിലെ ജെയുടെ കോഎഫിഷ്യന്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിലെ ജെയുടെ കോഎഫിഷ്യന്റ് ദെൻ -3 into 2 പ്ലസ് ഫസ്റ്റ് വെക്ടറിലെ കെയുടെ കോഎഫിഷ്യന്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിലെ കെയുടെ കോഎഫിഷ്യന്റ് 5 into -2 ഡിവൈഡഡ് ബൈ നമുക്കറിയാം സ്പേസിലെ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ. ആൻഡ് ഹിയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് -2 ഹോൾ സ്ക്വയർ, which is equal to 2 minus 6 minus 10 divided by root of 1 plus 4 plus 4, which is equal to minus 14 divided by root 9 is equal to minus 14 divided by 3. Prove that vector A plus vector B whole square equal to mod vector A square plus mod vector B square if and only if vector A and vector B are orthogonal. ആദ്യമായി വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ എ പ്ലസ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ ബി. ഇനി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ഓർത്തോഗണൽ. രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ഹിയർ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ഓർത്തോഗണൽ, ദെൻ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 0, അതുപോലെ തന്നെ വെക്ടർ ബി ഡോട്ട് വെക്ടർ എ ഈക്വൽ ടു 0. അതായത് രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അതുകൊണ്ട് തന്നെ വെക്ടർ എ ഡോട്ട് വെക്ടർ ബിയും വെക്ടർ ബി ഡോട്ട് വെക്ടർ എ ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേംസുകൾ 0 ആയി മാറി. ഇനി നമുക്കറിയാം വെക്ടർ എ ഡോട്ട് വെക്ടർ എ ഈക്വൽ ടു മോഡ് വെക്ടർ എ സ്ക്വയർ, വെക്ടർ ബി ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു മോഡ് വെക്ടർ ബി സ്ക്വയർ. Therefore, vector A plus vector B whole square equal to mod vector A square plus mod vector B square. Next problem. Find the angle between the vectors I minus 2j plus 3k and 3i minus 2j plus k. ആദ്യമായി വെക്ടർ എ ഈക്വൽ ടു I minus 2j plus 3k and vector B equal to
3i minus 2j plus k. Then the angle between vector A and vector B equal to theta equal to cos inverse vector A dot vector B divided by mod vector A into mod vector B. നമുക്ക് വെക്ടർ എക്കും വെക്ടർ ബിക്കും പകരമുള്ള ആ വെക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ കോസ് ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്ക് ഫോർമുല അറിയാം. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ എ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ ആൻഡ് മോഡ് വെക്ടർ ബി എന്നാൽ root of b1 square plus b2 square plus b3 square, which is equal to cos inverse 1 into 3 plus minus 2 into minus 2 plus 3 into 1 divided by root of 1 square plus minus 2 whole square plus 3 square into root of 3 square plus minus 2 whole square plus 1 square, which is equal to cos inverse 3 plus 4 plus 3 divided by root of 1 plus 4 plus 9 into root of 9 plus 4 plus 1, which is equal to cos inverse 10 divided by root 14 into root 14. നമുക്കറിയാം റൂട്ട് 14 into root 14 എന്ന് പറയുമ്പോൾ 14 ആണ്. Then which is equal to cos inverse 10 divided by 14, which is equal to cos inverse 5 by 7. Problem 6. If vector A is any vector in space, show that vector A equal to vector A dot I into I plus vector A dot vector J into J plus vector A dot vector K into K. നമുക്കറിയാം any vector in space can be expressed uniquely as a linear combination of basic unit vectors I, J and K. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വെക്ടർ എ ഈസ് എനി വെക്ടർ ഇൻ സ്പേസ്. സ്പേസിലെ വെക്ടർ ആണെങ്കിൽ നമുക്കതിനെ ഐ, ജെ ആൻഡ് കെ എന്നീ ബേസിക് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായി നമുക്ക് എഴുതാവുന്നതാണ്. ലെറ്റ് വെക്ടർ എ ഈക്വൽ ടു a1 ഇൻറ്റു ഐ പ്ലസ് a2 ഇൻറ്റു ജെ പ്ലസ് a3 ഇൻറ്റു കെ ഇക്വേഷൻ നമ്പർ 1. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വലതുഭാഗത്ത് വെക്ടർ എ ഡോട്ട് വെക്ടർ ഐ, അതുപോലെ വെക്ടർ എ ഡോട്ട് വെക്ടർ ജെ, വെക്ടർ എ ഡോട്ട് വെക്ടർ കെ എന്നീ ടേമുകളുണ്ട്. നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ വെക്ടർ എ ഡോട്ട് വെക്ടർ ഐ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k ഡോട്ട് വെക്ടർ ഐ. ഡെഫിനിഷൻ പ്രകാരം നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ അഥവാ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വെക്ടറിൻ്റെ ഐയുടെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിൻ്റെ ഐയുടെ കോഎഫിഷ്യൻ്റ്. അതായത് ഫസ്റ്റ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് a1, സെക്കൻഡ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യൻ്റ് 1, അതായത് a1 ഇൻറ്റു 1 പ്ലസ് ഫസ്റ്റ് വെക്ടറിലെ ജെയുടെ കോഎഫിഷ്യൻ്റ് a2, സെക്കൻഡ് വെക്ടറിൽ ജെ എന്ന ടേം ഇല്ല, അതുകൊണ്ട് കോഎഫിഷ്യൻ്റ് 0. അപ്പോൾ ദെൻ a2 ഇൻറ്റു 0. ഫസ്റ്റ് വെക്ടറിൽ കെയുടെ കോഎഫിഷ്യൻ്റ് a3, സെക്കൻഡ് വെക്ടറിൽ കെ എന്ന ടേം ഇല്ലാത്തത് കൊണ്ട് a3 ഇൻറ്റു 0, which is equal to a1. ഇതുപോലെ വെക്ടർ എ ഡോട്ട് വെക്ടർ ജെ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k ഡോട്ട് വെക്ടർ ജെ, which is equal to a1 into 0 plus a2 into 1 plus a3 into 0, which is equal to a2. അടുത്തതായി വെക്ടർ എ ഡോട്ട് വെക്ടർ കെ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k ഡോട്ട് വെക്ടർ കെ, അതായത് a1 into 0 plus a2 into 0 plus a3 into 1, which is equal to a3. Hence, equation number 1
ശ്രദ്ധിക്കുകയാണെങ്കിൽ വി ഗെറ്റ് വെക്ടർ എ ഈക്വൽ ടു, നമുക്കറിയാം ഇക്വേഷൻ നമ്പർ 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് a1 ഇൻറ്റു ഐ പ്ലസ് a2 ഇൻറ്റു ജെ പ്ലസ് a3 ഇൻറ്റു കെ എന്നാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞു a1 എന്ന് പറയുന്നത് വെക്ടർ എ ഡോട്ട് വെക്ടർ ഐ, a2 എന്ന് പറയുന്നത് വെക്ടർ എ ഡോട്ട് വെക്ടർ ജെ ആൻഡ് a3 ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ കെ. Therefore, vector A equal to vector A dot vector I into vector I, vector A dot vector J into vector J plus vector A dot vector K into vector K. Next problem. Prove that the points whose position vectors 2i minus j plus k, I minus 3j minus 5k, 3i minus 4j minus 4k are the vertices of a right angled triangle. Find also the other two angles of the triangle. അതായത് നമുക്ക് 3 പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഈ 3 പൊസിഷൻ വെക്ടേഴ്സും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടേഴ്സ് ആണ്. ആദ്യമായി നമുക്ക് ആ പോയിന്റ്സ് എടുക്കാം. ലെറ്റ് ദ ഗിവൻ പോയിന്റ്സ് എ ബി സി റെസ്പെക്റ്റീവ്ലി. ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ ഓഫ് എ ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് കെ, അതായത് ആദ്യത്തെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറാണ്. ബി എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറാണ് ഐ മൈനസ് 3j മൈനസ് 5k. സി എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറാണ് 3i മൈനസ് 4j മൈനസ് 4k. Now vector AB equal to position vector of B minus position vector of A, which is equal to I minus 3j minus 5k minus 2i minus j plus k equal to minus I minus 2j minus 6k. ഇതുപോലെ തന്നെ നമുക്ക് വെക്ടർ ബി സി കണ്ടുപിടിക്കാൻ സാധിക്കും. വെക്ടർ ബി സി ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി ഈക്വൽ ടു 3i minus 4j minus 4k minus I minus 3j minus 5k equal to 2i minus j plus k. അടുത്തതായി വെക്ടർ സി എ ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് എ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് സി, which is equal to 2i minus j plus k minus 3i minus 4j minus 4k, which is equal to minus I plus 3j plus 5k. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളും ലഭിച്ചു കഴിഞ്ഞു. ഇനി ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി പ്ലസ് വെക്ടർ സി എ ഈക്വൽ ടു 0. Hence, AB, BC, CA form the sides of a triangle ABC. ഇവിടെ നമുക്ക് വെക്ടർ എ ബി, വെക്ടർ ബി സി, വെക്ടർ സി എ എന്നിവ ലഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ 3 വെക്ടേഴ്സിൻ്റെയും സം കണ്ടുപിടിക്കാം. ആ സം എന്ന് പറയുന്നത് നമുക്ക് 0 വെക്ടർ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാവുന്നതാണ് എ ബി, ബി സി, സി എ ഫോം ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി. അടുത്തതായി നമുക്ക് ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ലഭിച്ചിരിക്കുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ആദ്യമായി 2 സൈഡുകൾ എടുക്കാം, വെക്ടർ എ ബിയും വെക്ടർ ബി സിയും. അതുപോലെ തന്നെ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. Now vector AB dot vector BC equal to minus I minus 2j minus 6k dot 2i minus j plus k,
which is equal to, നമുക്കറിയാം രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ബേസിക് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതിയാകും. അതായത് ഫസ്റ്റ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിലെ ഐയുടെ കോഎഫിഷ്യൻ്റ് പ്ലസ് ഫസ്റ്റ് വെക്ടറിലെ ജെയുടെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിലെ ജെയുടെ കോഎഫിഷ്യൻ്റ് പ്ലസ് ഫസ്റ്റ് വെക്ടറിലെ കെയുടെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു സെക്കൻഡ് വെക്ടറിലെ കെയുടെ കോഎഫിഷ്യൻ്റ്, which is equal to -1 into 2 plus -2 into -1 plus -6 into 1, which is equal to -2 plus 2 minus 6, which is equal to -6. അതായത് വെക്ടർ എ ബി ഡോട്ട് വെക്ടർ ബി സി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് -6 ആണ്. അടുത്ത now vector bc dot vector ca equal to 2i minus j plus k dot minus I plus 3j plus 5k, which is equal to 2 into -1 plus -1 into 3 plus 1 into 5 equal to -2 minus 3 plus 5, which is equal to 0. അതായത് രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആ രണ്ട് വെക്ടേഴ്സും ഓർത്തോഗണൽ അഥവാ പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ്. ഹെൻസ് BC is perpendicular to CA. Therefore ABC is a right angular triangle and con C equal to 90 degree. അതായത് വെക്ടർ BC അതുപോലെ വെക്ടർ CA ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വെക്ടേഴ്സിനും ഇടയിലുള്ള ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ BC ആൻഡ് വെക്ടർ CA എന്ന് പറയുന്നത് ആംഗിൾ C ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അടുത്തതായി നമുക്ക് കോൺ ബി കണ്ടുപിടിക്കണം. കോൺ ബി is the angle between the vectors vector BA and vector BC. Therefore con B equal to cos inverse vector BA dot vector BC divided by mod vector BA into mod vector BC, which is equal to cos inverse. നമുക്ക് വെക്ടർ എ ബി അറിയാം. വെക്ടർ എ ബിയിൽ നിന്നും വെക്ടർ ബി എ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വെക്ടർ എ ബിയോട് കൂടി മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതിയാകും. അഥവാ വെക്ടർ എ ബിയുടെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആക്കിയാൽ മതിയാകും. ഹിയർ വെക്ടർ ബി എ ഈക്വൽ ടു I plus 2j plus 6k and vector BC equal to 2I minus j plus k divided by mod I plus 2j plus 6k into mod 2I minus j plus k equal to cos inverse 1 into 2 plus 2 into minus 1 plus 6 into 1 divided by root of 1 square plus 2 square plus 6 square into root of 2 square plus minus 1 whole square plus 1 square, which is equal to cos inverse 2 minus 2 plus 6 divided by root of 1 plus 4 plus 36 into root of 4 plus 1 plus 1, which is equal to cos inverse 6 divided by root of 41 into root 6, which is equal to cos inverse 6 divided by root of 246, which is equal to cos inverse 0.3826. Calculator ഉപയോഗിക്കുകയാണെങ്കിൽ we will get 67.5 degree. ഇപ്പോൾ നമുക്ക് ആംഗിൾ ബി ലഭിച്ചു കഴിഞ്ഞു. മുൻപ് നമുക്ക് കോൺ സിയും ലഭിച്ചു കഴിഞ്ഞു. ഇനി now con A equal to 180 degree minus
കോൺ ബി പ്ലസ് കോൺ സി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മൾ കോൺ ബിയും അതുപോലെ തന്നെ കോൺ സിയും കണ്ടുപിടിച്ചു കഴിഞ്ഞു. നൗ കോൺ എ ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് കോൺ ബി പ്ലസ് കോൺ സി, which is equal to 180 degree minus 67.5 degree plus 90 degree, which is equal to 180 degree minus 157.5 degree, which is equal to 22.5 degree. ഇപ്പോൾ നമുക്ക് 3 ആംഗിൾസും ലഭിച്ചു കഴിഞ്ഞു. Problem 8. Find the value of mu so that the vectors 2i plus 3j minus k and 4i plus 6j minus mu k are parallel perpendicular. നമുക്ക് 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ 2 വെക്ടേഴ്സും പാരലൽ ആണെങ്കിൽ mu എന്നതിൻ്റെ വാല്യൂ എന്ത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ 2 വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആകുമ്പോൾ മ്യൂയുടെ വാല്യൂ എന്ത്. സൊല്യൂഷൻ: ലെറ്റ് വെക്ടർ എ ഈക്വൽ ടു 2i plus 3j minus k and vector b equal to 4i plus 6j minus mu k. We know that if the vectors vector a equal to a1i plus a2j plus a3k and vector b equal to b1i plus b2j plus b3k are parallel, then a1 by b1 equal to a2 by b2 equal to a3 by b3. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വെക്ടേഴ്സ് വെക്ടർ എ ഈക്വൽ ടു 2i plus 3j minus k and vector b equal to 4i plus 6j minus mu k are parallel, then a1 by b1 എന്ന് പറയുന്നത് ഇവിടെ 2/4 ആണ്. a2 by b2 ഈക്വൽ ടു 3/6. അതുപോലെ തന്നെ a3 by b3 എന്ന് പറയുന്നത് -1 by mu. അപ്പോൾ 2/4 എന്ന് പറയുന്നത് 1/2, 3/6 എന്ന് പറയുന്നതും 1/2. അതിൽ നിന്നും നമുക്ക് 1 by mu into 1/2 implies mu equal to 2. അതായത് 2 വെക്ടേഴ്സും പാരലൽ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് mu equal to 2 എന്ന് കാണാൻ സാധിച്ചു. Next part, we know that if the vectors vector a equal to a1i plus a2j plus a3k and vector b equal to b1i plus b2j plus b3k are perpendicular, നമുക്കറിയാം 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ then a1 b1 plus a2 b2 plus a3 b3 equal to 0. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ്സ് വെക്ടർ a equal to 2i plus 3j minus k and vector b equal to 4i plus 6j minus mu k are perpendicular, then 2 into 4 plus 3 into 6 plus -1 into minus mu equal to 0 implies 8 plus 18 plus mu equal to 0 implies 26 plus mu equal to 0 implies mu equal to -26. ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന 2 വെക്ടേഴ്സ് പാരലൽ എന്നുള്ളതിൻ്റെ കണ്ടീഷൻ a1 by b1 equal to a2 by b2 equal to a3 by b3, പെർപെൻഡിക്കുലർ എന്ന കണ്ടീഷൻ a1 b1 plus a2 b2 plus a3 b3 equal to 0.